ഈവൻ ഐ എം ഗുഡ് അറ്റ് ബയോളജി ആൻഡ് ഓൾസോ ഗുഡ് അറ്റ് ഫിസിക്സ്. എനിക്കിപ്പോൾ +2 സ്കോർ പോയി കഴിഞ്ഞാൽ എനിക്ക് ബയോളജിയിൽ ഫുൾ മാർക്കാണ്, ഫിസിക്സിലും ഫുൾ മാർക്കാണ്, കെമിസ്ട്രിയിലൊക്കെ കുഴപ്പമില്ലാത്ത മാർക്കാനുണ്ട്. Medical or engineering or key or need, most of the people face this doubt after +2, right? It is happen when you are best at biology and physics. പറയാം +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2ന് മുന്നേ ഈ ഒരു തോട്ട് തുടങ്ങും. നിങ്ങൾക്കിനി +2ന് ശേഷം കീം എക്സാമിന് പോകണോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ? Actually, it's a freaking doubt. So this video tells my thought about this as a one who passed through this same situation in 2019. So let's get started. സോ എനിക്ക് ഈ ഒരു ഡൗട്ട് കൂടുതലായിട്ട് കൺഫ്യൂസിങ് ആയി തുടങ്ങിയത് ഞാൻ +2 എക്സാം കഴിഞ്ഞ് റിപ്പീറ്റിനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ ക്രാഷ് കോഴ്സിനൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ചും റിപ്പീറ്റിനുള്ള ഒരു തോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് ബയോളജി പഠിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഈ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് വേണോ മെഡിക്കൽ ഫീൽഡ് വേണോ എന്നുള്ളൊരു ഡൗട്ട്. മോസ്റ്റ് ഓഫ് ദ പല ആൾക്കാർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാകുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 years കഴിഞ്ഞ് എൻ്റെ പൊസിഷനെ പറ്റി ഞാൻ ഒന്ന് ആലോചിച്ചു. ജോബ് സാലറി, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഒരു പക്ഷേ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ് അല്ലേ. സോ 4 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം പൈസ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, വെൻ കമ്പയറിംഗ് ടു മെഡിക്കൽ ഗൈ ആൻഡ് എഞ്ചിനീയറിംഗ് ഗൈ 4 വർഷത്തിൽ ചിലപ്പം എനിക്ക് തോന്നുന്നു മെഡിക്കൽ 5 വർഷമാണ് അല്ലേ, റൈറ്റ്? MBBS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷമാണ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവൻ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഹൗസ് സർജൻസി കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡാണ് സമ്പാദിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അവനെ ഒരു ചിലപ്പം 10 LPAയുടെയോ അല്ലെങ്കിൽ 5 LPAയുടെ ഒക്കെ ജോബ് കിട്ടി സാലറി ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ സാലറി ഏർണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സാലറി ഏർണിംഗ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും ഡിഫറെൻ്റ് ആണ്. ബട്ട് ഓഫ് കോഴ്സ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇവൻ ഗ്രോ ചെയ്ത് വരുമ്പോഴേക്കും ഇവനൊരു ഹൈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ബട്ട് മെഡിക്കൽ പ്രാക്ടീസൊക്കെ കിട്ടി റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞ ഒരു ഡോക്ടറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ എഞ്ചിനീയറിനെക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർക്ക് സാധിക്കും. കാരണം ക്ലിനിക്കായിട്ടും അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടായിട്ടും എന്താ പറയുക അങ്ങനെ പല രീതിയിൽ നല്ല ഫീസാണ് കേട്ടോ. ബട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന പോലെ ഇത് നിങ്ങൾ മാസ്റ്റർ ആണെങ്കിൽ മാത്രമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ, നാട്ടിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു രോഗം വന്ന് ചികിത്സിക്കുമ്പോൾ റാൻഡമായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകുമോ? ഇല്ല. നമ്മൾ പോകുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചികിത്സിക്കാൻ കഴിവുള്ള ഒരു ഡോക്ടറെ അടുത്ത് മാത്രമേ നമ്മൾ പോകുള്ളൂ. സോ തിങ്ക് ദാറ്റ് ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു ഡോക്ടറായി എന്ന് പറയുന്നതിനെക്കാട്ടും നിങ്ങൾ എന്താ പറയുക സ്കില്ലുള്ള ഒരു ഡോക്ടറായാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. മെഡിക്കലിൻ്റെ കേസിൽ മാത്രമല്ല ഏതൊരു ഫീൽഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന് മാത്രമേ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിന് മാത്രമേ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ, അവരുടെ ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ കൂടുതലായിട്ട് എന്താ പറയുക ജോബിലൊരു ഹൈക്ക് ഉണ്ടാവുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഗീവ് എൻ ഐഡിയ അബൌട്ട് ദ കോഴ്സ് സ്ട്രക്ചർ. ഓക്കെ, എനിക്ക് തോന്നുന്നു BTech കമ്പയറിംഗ് ടു മെഡിക്കൽ കുറച്ചും കൂടി ഈസിയാണ് ആവറേജ് സ്റ്റുഡൻസിന്. ഓക്കെ, ലൈക്ക് കീമ എഴുതി നമ്മളൊരു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. ലൈക്ക് ഇയർ ബാക്ക് ഒന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പഠിച്ച് അല്ലെങ്കിൽ എന്താ പറയുക വലിയ രീതിയിൽ ഡെപ്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. ബട്ട് BTech എക്സാം പാസ്സാവാൻ നിങ്ങൾക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള എന്താ പറയുക ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഒന്നും വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഓഫ് മെഡിക്കൽ. ഓക്കെ, മെഡിക്കൽ എനിക്ക് തോന്നുന്നു വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. എനിക്ക് അറിയുന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള അറിവാണ്, വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. അത്ര ഈസി അല്ല സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം മെനക്കെട്ടാൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അവർക്ക് ഇയർ ബാക്കും ഉണ്ട്. സോ കമ്പയറിംഗ് ടു ദ കോഴ്സസ് മെഡിക്കൽ ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ് ദാൻ BTech. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ എക്സാം നീറ്റ് എക്സാം ഈസ് മോർ നോട്ട് ടഫ്. നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക NCERT തറോ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് വെറുതെ പോയി എന്താ പറയുക നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണമെന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഓക്കെ, അതായത് ബയോളജി നല്ലൊരു ഡെപ്ത് വേണം. പിന്നെ NCERT എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം NCERTയുടെ ലൈൻ ബൈ ലൈന് നിങ്ങൾക്ക് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീറ്റ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് കീം എക്സാം കമ്പയറിംഗ് ടു എന്താ പറയുക നീറ്റ് എക്സാം കുറച്ചും കൂടി ഈസിയാണ്. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മാത്രം നോക്കിയിട്ടല്ല ഒരു കരിയർ ചൂസ് ചെയ്യേണ്ടത്. മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ യുവർ ഇൻട്രസ്റ്റ്. എഞ്ചിനീയറിംഗിലെ ടാഗിലല്ല അല്ലെങ്കിൽ മെഡിക്കലിലെ ടാഗിലല്ല നിങ്ങൾ ഇൻട്രസ്റ്റ് ആവേണ്ടത്.
അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. മെഡിക്കൽ അല്ലെങ്കിൽ MBBS കഴിഞ്ഞ് ഡയറക്ട്ലി പ്രൊഫഷനിലേക്ക് കയറുന്ന ഒരു വ്യക്തി അവിടെ നേരിടാൻ പോകുന്നത് ഒരു ജീവനുമായിട്ടുള്ള അല്ലെങ്കിൽ ജീവനെ കൺസൾട്ട് ചെയ്യാണ്. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതായത് റിയലി പാഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാവുള്ളൂ. കാരണം ഒരു ജീവൻ അതിനെ നമ്മൾ കൺസൾട്ട് ചെയ്തതൊക്കെ പറയുമ്പം അത്രയും ഏറെ നമ്മൾ എന്തായിരിക്കണം, നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അപാകതകളില്ലാതെ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റണം. ബട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത ആൾക്കാരാണ് അല്ലേ. അതായത് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചുറ്റുപാടുമുള്ള ഒബ്സർവ് ചെയ്ത് നമുക്ക് ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ കണ്ട് അതിനുള്ള പ്രോബ്ലംസ് ക്രിയേറ്റീവായിട്ട് സോൾവ് ചെയ്തെടുക്കുന്ന ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ്. നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പല യന്ത്രങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക പല കാര്യങ്ങളും സൊല്യൂഷൻസ് ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ഇതിനകത്ത് ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആസ് സൂൺ ആസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസി ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഐ തിങ്ക് ബിടെക് ഈസ് ബെസ്റ്റ്. കാരണം നിങ്ങൾക്ക് 4th ഇയർ കഴിഞ്ഞ് നല്ല രീതിയിലൊരു ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് മെഡിക്കൽ. ഐ തിങ്ക് 4th ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് PhD ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. ലാസ്റ്റ് ബട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ദിസ് ഈസ് ദ വൺ. ഓക്കെ, പിന്നെ ബിടെക് എടുത്ത ആൾക്കാരൊന്നും എഞ്ചിനീയർ ആവണമെന്നില്ല. കാരണം നമുക്ക് പല ആൾക്കാരെയും അറിയാം അല്ലേ, ബിടെക് എടുത്തിട്ട് എഞ്ചിനീയറിംഗിലേക്കല്ല പോയത്. ബട്ട് ഈ ഒരു ബിടെക് എടുത്ത് നമ്മൾ ആ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കടന്നു പോകുന്ന ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കും. ആക്ടേഴ്സ് ഉണ്ട്, അതേപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്, എന്റർപ്രണേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫീൽഡിൽ ശോഭിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിടെക്കിൽ എടുത്ത ആൾക്കാരാണ് അല്ലേ. സോ നിങ്ങൾക്കൊരു ദിസ് ഇസ് നോട്ട് അബൌട്ട്, ഞാൻ റീസെൻ്റ്ലി ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായി തിങ്ക് ലൈക്ക് എ മോങ്ക്. അതിനകത്ത് പറഞ്ഞത് ഒരിക്കലും നമ്മൾ എൻഡ് പോയിന്റ് അതായത് ഡെസ്റ്റിനേഷനെ അല്ല നമ്മൾ നോക്കേണ്ടത്, ബട്ട് ആ പ്രോസസ് മാറ്റർ. ഓക്കെ, ഏതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് തരും. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ബിടെക് ആൻഡ് ബിക്കമിങ് എൻ എഞ്ചിനീയർ, ബട്ട് ദാറ്റ് പ്രോസസ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ വിൽ മോൾഡ് യു. ഓക്കെ, വിൽ മേക്ക് യുവർ സ്കിൽസ് ഇംപ്രൂവ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ്. സോ എനിത്തിങ് ലൈക്ക് നിങ്ങളിപ്പോൾ കരിയർ ചൂസ് ചെയ്ത് അത് തെറ്റിപ്പോന്നല്ല, നിങ്ങൾ ആ കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് യൂസ്ഫുൾ ആവും. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഫൈനലി കരിയറിലേക്ക് വരുമ്പോൾ തിങ്ക് ട്വൈസ് അബൌട്ട് ദിസ് ആൻഡ് ലൈക്ക് നല്ല രീതിയിലുള്ള സജഷൻസ് ചോദിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, അതേപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ 2 ഫീൽഡും എടുത്ത ആൾക്കാർ അറിവിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. സോ റിയലി നിങ്ങളുടെ മാർക്കിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ജോബിൻ്റെ ടാഗിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫീൽഡിൻ്റെ ടാഗിനെ നോക്കിയിട്ടോ ഒരിക്കലും കരിയർ ചൂസ് ചെയ്യുന്നത്. റിയലി നിങ്ങളതിൽ താല്പര്യമാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് കയറുക. ഓക്കെ, ലാസ്റ്റ്ലി നിങ്ങൾക്ക് അതിനകത്ത് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. ബിഫോർ എൻ്ററിങ് നിങ്ങൾ ഈ 3 കാര്യം മനസ്സിൽ വെക്കുക. നിങ്ങളുടെ എയിം ജോബ് ടൈറ്റിലാണോ, നിങ്ങളുടെ എയിം സാലറിയിലാണോ, ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ആ പ്രൊഫഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ. So that's all about this video. Thanks for watching my videos. Keep supporting. This is Akshay from English Media. Thank you. Also join the Telegram channel because updates കാര്യങ്ങളും അതേപോലെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിനകത്താണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. My vision blurry, these bitches blurring. I've been drinking all night, I think my kidneys hurt. So I close the curtains on the 62. My ass will knock your ass out, you better stick and move. Chain hang to my ding lane. Chain hang to my ding lane. To do a threesome, you gotta intervene. Her legs so sexy when I'm in between. Hey, look at baby over there. What's up, little mama, come here.